ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ കണ്ടതിന് ശേഷം പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്ന വളരെ ഭയാനകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, ആരുമായിട്ടാണ് സമയം ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കൽ നല്ലതായിരിക്കും. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന പേരും പറഞ്ഞിട്ട് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ കൂട്ടുകാരിയുടെ വീട്ടിലേക്കല്ല പോയത്, മറിച്ച് തൻ്റെ കാമുകൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നു, കാമുകനുമായിട്ട് ലഹരി ഉപയോഗിക്കുന്നു. അത്തരമൊരു കാഴ്ച നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്ന് കണ്ടോക്കാം. നിങ്ങൾ നോക്കുക സുഹൃത്തുക്കളെ, അവർ എനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് കാണുന്നതും നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ഹോട്ട്സ്പോട്ട് ആവാനാണ് സാധ്യത. കാരണം വളരെ സിമ്പിളായിട്ട് വരുന്നു, ആ ഒരു ഗേറ്റ് ചാടുന്നു, എന്നിട്ട് ആ ഒരു ഡീപ്പ് വേ, ഇടുങ്ങിയ ആ ഒരു വഴിയിൽ രണ്ടുപേരും നിൽക്കുന്നു, എന്നിട്ട് പരസ്പരം ലഹരി കൈമാറുന്നു. അതായത് ഈ പയ്യൻ്റെ കയ്യിലാണ് ലഹരി ഉള്ളത്. ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കുന്നതിനാണോ ബുദ്ധിമുട്ട്? ഞാൻ വീണ്ടും പറയുന്നു, പ്രേമിക്കുന്നത് കൊണ്ടോ സ്നേഹിക്കുന്നത് കൊണ്ടോ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് കൊണ്ടോ അതൊന്നും നമ്മളെതിരായിട്ട് നിൽക്കില്ല. പക്ഷേ ലഹരി ഉപയോഗിക്കുന്നത് അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നിങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ആയുസ് കുറയും, അത്ര പറയാനുള്ളൂ. എന്തായാലും ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിൽ നല്ലത് ഒരു നിമിഷത്തിലെ സുഖം അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയുസ് കിട്ടും, ആരോഗ്യപരമായിട്ട് ജീവിക്കാം. നമുക്ക് ആ പെൺകുട്ടിയുടെ കയ്യിൽ ലഹരി കൊടുത്തു, എന്നിട്ട് ആ പയ്യൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. പെൺകുട്ടി അത് ഉപയോഗിച്ചതിന് ശേഷം പയ്യൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു, സ്കിപ്പ് അടിച്ച് പോകുന്നു. ഇതാണ് അവസ്ഥ. മക്കളെ സൂക്ഷിക്കുക. എൻ്റെ മക്കൾ, എൻ്റെ മകൾ, എൻ്റെ മകൻ ഇത് ചെയ്യില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ ആദ്യം അതങ്ങോട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് മക്കൾ എവിടെയൊക്കെ പോകുന്നുണ്ട്, കൂട്ടുകെട്ട് ആരൊക്കെ ആയിട്ടാണ്, വീട്ടിൽ വൈകിട്ട് വരുന്നുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്, മാതാപിതാക്കൾ അന്വേഷിക്കുക. നിങ്ങളല്ലാതെ വേറെ ആരാ അന്വേഷിക്കാനുണ്ടാവുക? ഓക്കെ, ആൺകുട്ടികളാണെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളെയും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.